അദ്ദേഹമാണ് ഉഗ്രപ്രതാപിയായ പട്ടം താണുപിള്ള. തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തോളം നിറഞ്ഞു നിന്ന അധികം പേരില്ല. തിരുവിതാംകൂറിന്റെയും പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരുക്കൊച്ചിയായപ്പോഴും കേരളത്തിന്റെയും മുഖ്യ ഭരണാധികാരിയായ ഏക വ്യക്തിയാണ് ഇദ്ദേഹം. ആദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റായ പട്ടം താണുപിള്ള തിരുവിതാംകൂർ രാജകീയ ഭരണത്തിൽ നിന്ന് മോചിതമായപ്പോൾ അതിന്റെ പ്രധാനമന്ത്രിയായി. പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് സംസ്ഥാനമായപ്പോൾ അതിന്റെ മുഖ്യമന്ത്രിയായി. ഐക്യകേരളം പിറന്നപ്പോൾ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായതും ശ്രീ പട്ടമാണ്. പട്ടം താണുപിള്ളയെ പോലെ കേരള രാഷ്ട്രീയത്തിൽ അടിമുടി നിറഞ്ഞു നിന്ന അധികം നേതാക്കൾ നമുക്കില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്ന EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ശേഷം 1960 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിമോചന സമരത്തിൽ ആഞ്ഞടിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തരംഗത്തിന് സാക്ഷ്യം വഹിച്ചു. ഒറ്റയ്ക്ക് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ചേർന്ന സഖ്യം തകർത്തുവിട്ടു. അതേസമയം ഈ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ആകെ വോട്ട് നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു. 39.14% വോട്ട്. വാസ്തവത്തിൽ 2 വർഷം മുമ്പ് അധികാരത്തിൽ വന്നതിനേക്കാൾ 4% വോട്ട് കൂടുതൽ. കോൺഗ്രസിന് 34.14% വോട്ടാണ് കിട്ടിയത്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 3% വോട്ട് കുറവ്. പക്ഷേ സീറ്റ് കൂടുതൽ കിട്ടിയത് കോൺഗ്രസിന് തന്നെ. കോൺഗ്രസ് ആദ്യമായി കേരളത്തിൽ പരീക്ഷിച്ച മുന്നണി രാഷ്ട്രീയം കൊണ്ടും അവർക്ക് വലിയ ഗുണം കൊയ്യാൻ കഴിഞ്ഞു. ഒറ്റയ്ക്ക് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1957 65 സീറ്റ് ലഭിച്ചെങ്കിൽ അതിക്കുറി വെറും 29 ഇടിഞ്ഞു. കോൺഗ്രസിന്റെ സീറ്റാകട്ടെ 43 നിന്ന് 63 ഉയർന്നു. ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന PSP ആയിരുന്നു മൂന്നാമത്തെ വലിയ കക്ഷി, 20 സീറ്റ്. മുസ്ലിം ലീഗിനും കിട്ടി 11 സീറ്റ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അച്യുതമേനോനും ഗൗരിയമ്മയും AR മേനോനും ഒഴിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാവരും പരാജയപ്പെട്ടു. തോറ്റ വമ്പന്മാരിൽ TV തോമസ്, VR കൃഷ്ണയ്യർ, ജോസഫ് മുണ്ടശ്ശേരി എന്നിവരൊക്കെ ഉൾപ്പെട്ടു. ജയിച്ച കോൺഗ്രസ് മുന്നണിയിലെ മറ്റു പ്രമുഖരിൽ PSPയുടെ പട്ടം താണുപിള്ള, പൊന്നറ ശ്രീധർ, കോൺഗ്രസിന്റെ R ശങ്കർ, PT ചാക്കോ, CM സ്റ്റീഫൻ, അലക്സാണ്ടർ പറമ്പിത്തറ, KK വിശ്വനാഥൻ, AL ജേക്കബ്, പാമ്പൻ മാധവൻ, RSPയുടെ ബേബി ജോൺ എന്നിവർ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റ 11 അംഗ മന്ത്രിസഭയിലെ അംഗങ്ങൾ കോൺഗ്രസിന്റെ PP ഉമ്മർകോയ, KT അച്യുതൻ, EP പൗലോസ്, K കുഞ്ഞമ്പു, VK വേലപ്പൻ, PSPയുടെ D ദാമോദരൻ പോറ്റി, KH ചന്ദ്രശേഖരൻ എന്നിവർ. മുഖ്യമന്ത്രിയാകട്ടെ PSPയുടെ പട്ടം താണുപിള്ള. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഔപചാരികമായ തുടക്കമായിരുന്നു അത്. കോൺഗ്രസും PSPയും ലീഗും ആദ്യമായി ഒന്നിച്ചാണ് മത്സരിച്ചത്. വിമോചന സമരത്തിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ സാമൂഹ്യ സഖ്യമായിരുന്നു ആ മുന്നണിയുടെ ശക്തി. ഒരു വശത്ത് നായർ ഈഴവ സംഘടനകളും മറുവശത്ത് ക്രിസ്തീയ മുസ്ലിം സംഘടനകളും കോൺഗ്രസ് മുന്നണിയുടെ നേതൃനിരയിൽ തന്നെ അണിനിരന്നു. ഒറ്റയ്ക്ക് നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർപക്ഷം രാഷ്ട്രീയമായും സാമുദായികമായും ഒന്നിച്ചു നിന്നാൽ ന്യൂനപക്ഷമായി പോകും എന്ന് ആ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായിട്ടും മൂന്നാമത്തെ കക്ഷിയായ PSPക്കാണ് മുഖ്യമന്ത്രി പദം ലഭിച്ചതെന്നത് അസാധാരണമായി. പട്ടം താണുപിള്ളയായിരുന്നു ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്നാം കക്ഷിയായ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന R ശങ്കറിന് ഉപമുഖ്യമന്ത്രി പദം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവായിരുന്ന പ്രതാപിയായ പട്ടം പിൽക്കാലത്ത് കോൺഗ്രസുമായി പിണങ്ങി PSP ആയെങ്കിലും അദ്ദേഹത്തിന്റെ തലപ്പൊക്കത്തിനൊപ്പം നിൽക്കാൻ കോൺഗ്രസിൽ അധികം പേരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ മുഖ്യ ഘടകം. പട്ടം മുഖ്യമന്ത്രിയായതോടെ തിരുവിതാംകൂറിന്റെയും തിരുക്കൊച്ചിയുടെയും ഐക്യകേരളത്തിന്റെയും മുഖ്യ ഭരണാധികാരിയായി തീർന്ന ഒരേ ഒരാളായി അദ്ദേഹം. ഏത് എതിർപ്പിനെയും അവഗണിച്ചു പോകാനുള്ള ദൃഢനിശ്ചയം, അസാമാന്യമായ പ്രായോഗിക ബുദ്ധി, സാമാന്യ വിവേകം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തികൾ.
പട്ടത്തെ ഈ ചെറിയ മനോഹരമായ കുന്നിലായിരുന്നു പട്ടംതാണുപിള്ള, തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെട്ടിരുന്ന പട്ടംതാണുപിള്ള താമസിച്ചിരുന്നത്. ഈ പ്രദേശം മുഴുവൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇവിടെ താമസിക്കുന്നത്. തിരുവിതാംകൂറിൽ വാസ്തവത്തിൽ ജനാധിപത്യം വരുന്നതിന് മുമ്പ് തന്നെ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ രൂപീകരിച്ച ജനാധിപത്യപരമായിട്ടുള്ള സഭകളിൽ അംഗമായിരുന്നു അദ്ദേഹം ഒരു നിയമബിരുദധാരിയായിരുന്നു. അതിനുശേഷം സജീവമായി അഭിഭാഷകനായി പ്രവർത്തിച്ചു. പക്ഷേ ആ സമയത്ത് തന്നെ തിരുവിതാംകൂറിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടുകയും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്ത അതിപ്രതാപവാനായ ആ നേതാവിൻ്റെ വാസ പ്രദേശമാണ് ഈ കാണുന്നത്. വിമോചന സമരത്തിൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിയായിരുന്ന ലീഗിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായി ഉയർത്തിയത് സ്വാഭാവിക അംഗീകാരമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഭാവം മാറി. ലീഗ് വർഗീയ കക്ഷിയാണെന്ന പഴയ ആക്ഷേപം അവർ വീണ്ടും ഉയർത്തി. 1959 ലീഗിന്റെ തട്ടകമായ കോഴിക്കോട് വന്ന് പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെ ലീഗിനെ കടന്നാക്രമിച്ചിരുന്നു. ചത്തകുതിര എന്ന് നെഹ്റു ലീഗിനെ വിളിച്ചത് അന്നാണ്. ഇന്ത്യയാകെ നാമാവശേഷമായ ലീഗിനെ കേരളത്തിലും അവസാനിപ്പിക്കണമെന്നായിരുന്നു നെഹ്റുവിന്റെ ആഹ്വാനം. ലീഗിന്റെ കേന്ദ്രമായ മലബാറിലെ കോൺഗ്രസ് ലീഗ് വിരുദ്ധരായിരുന്നു. വിമോചന സമരത്തിനും എതിരായിരുന്നു മലബാർ കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ തിരുവിതാംകൂറിലെ കോൺഗ്രസിന് അതൊന്നും പ്രശ്നമായില്ല. അവർ ലീഗുമായി ചങ്ങാത്തം കൂടി. ഇത്രയൊക്കെ ആയിട്ടും ലീഗിന് അഭിമാനക്ഷതമൊന്നും തോന്നിയില്ല. മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ സ്പീക്കർ സ്ഥാനം മാത്രമാണെങ്കിൽ അതാകട്ടെ എന്ന് ലീഗ് തൃപ്തിപ്പെട്ടു. KM സീതി സാഹിബായിരുന്നു പുതിയ സ്പീക്കർ. പക്ഷേ ലീഗിനെ കൂടുതൽ കനത്ത മാനഹാനികൾ കാത്തിരിക്കുകയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് അപ്രതീക്ഷിതമായി സീതി സാഹിബ് മരിച്ചപ്പോൾ പകരം ലീഗിന് വീണ്ടും സ്പീക്കർ സ്ഥാനം നൽകാനാവില്ലെന്ന് മലബാർ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും ആദർശധീരനായിരുന്ന KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായർ വാശി പിടിച്ചു. തിരുവിതാംകൂർ കൊച്ചി മേഖലയിലെ കോൺഗ്രസ് നേതാക്കൾ അതിനോട് യോജിച്ചില്ല. അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി. ലീഗിൽ നിന്ന് രാജിവെച്ചു വന്നാൽ CH മുഹമ്മദ് കോയയെ സ്പീക്കറാക്കാം എന്ന് കോൺഗ്രസ് ഉപാധി വെച്ചു. മലബാർ രാഷ്ട്രീയത്തിൽ മാത്രം ജീവിച്ച ലീഗിന് ആദ്യമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ ചുവടുവെക്കാനുള്ള അവസരം കളയാൻ ഒരുക്കമായിരുന്നില്ല. എന്ത് നാണക്കേട് സഹിക്കാനും അവർ ഒരുക്കമായി. അന്ന് കോൺഗ്രസ് കൽപ്പന മാനിച്ച് ലീഗിൽ നിന്ന് രാജിവെച്ചാണ് CH സ്പീക്കറായതെന്നത് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ ലീഗിന് ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല. ലീഗിനെ തൊപ്പി ഉരിച്ചു എന്ന് കോൺഗ്രസ് പെരുമ്പറ കൊട്ടി. പക്ഷേ ഇതോടെയും കഴിഞ്ഞില്ല കോൺഗ്രസിൽ നിന്ന് ലീഗ് അനുഭവിച്ചു വന്ന നാണക്കേടുകൾ. ലീഗ് വർഗീയവാദികളാണെന്ന അവരുടെ ആക്ഷേപം വീണ്ടും തുടർന്നു. അവസാനം സർക്കാരിന് 2 വർഷം പൂർത്തിയാകാറായപ്പോഴേക്കും സഹിക്കാനാവാതെ ലീഗ് മുന്നണിയിൽ നിന്ന് തന്നെ രാജിവെച്ചു. CH സ്പീക്കർ പദവും ഒഴിഞ്ഞു. കോൺഗ്രസിന്റെ അലക്സാണ്ടർ പറമ്പിത്തറ പുതിയ സ്പീക്കറായി. അങ്ങനെ കോൺഗ്രസുമായുള്ള ആദ്യത്തെ സഖ്യകാലം ലീഗിന് കൈപ്പേറിയതായി മാറി. എന്നാൽ ഇതിനകം കോൺഗ്രസും PSPയും തമ്മിലുള്ള ബന്ധവും വഷളായി കഴിഞ്ഞിരുന്നു. പട്ടവും ശങ്കറും തമ്മിൽ മിണ്ടാട്ടമില്ലാതെയായി. PSPയേക്കാൾ വലിയ പാർട്ടിയായിട്ടും ഉപമുഖ്യമന്ത്രി ശങ്കറിനോടോ ആഭ്യന്തരമന്ത്രി PT ചാക്കോയോടോ ഭരണപരമായ ഒരു കാര്യവും അറിയിക്കാതെ പട്ടം അഹങ്കാരം കാട്ടുന്നു എന്നായി കോൺഗ്രസിന്റെ പരാതി. പട്ടം ഈഴവരോടും ക്രിസ്ത്യാനികളോടും ശത്രുത പുലർത്തുന്നു എന്നത് മറ്റൊരാക്ഷേപം. കോൺഗ്രസുകാർ പട്ടത്തെക്കുറിച്ച് നിരന്തരം പരാതികൾ ഹൈക്കമാൻഡിന് അയച്ചു. അവസാനം ഹൈക്കമാൻഡ് ഇടപെട്ട് പട്ടത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി പഞ്ചാബ് ഗവർണറാക്കി നാടുകടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു പലതവണ തിരുവനന്തപുരത്തെത്തി ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. പഞ്ചാബ് ഗവർണർ പദം വേണ്ടെങ്കിൽ പട്ടത്തിന് മുഖ്യമന്ത്രി പദവും ഗവർണർ പദവും നഷ്ടമാകും എന്നായിരുന്നു സാധുപ്രകൃതക്കാരനാണെന്ന് പേരുകെട്ട ശാസ്ത്രിയുടെ കർശനമായ മുന്നറിയിപ്പ്. PSP എന്ന ഒരിക്കൽ വൻ ശക്തിയായിരുന്ന പാർട്ടിയുടെ അസ്തമയത്തിന് തന്നെ അന്ന് തുടക്കം കുറിച്ചു. അവസാനം ഭരണമുന്നണിയിൽ നിന്ന് തന്നെ PSP രാജിവെച്ചു. അതോടെ ത്രികക്ഷി മുന്നണിയായി തുടങ്ങിയ സർക്കാർ കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണമായി മാറി. പട്ടംതാണുപിള്ളയെ ഗവർണറായി പഞ്ചാബിലേക്ക് നാടുകടത്തിയതോടെ കോൺഗ്രസ് പാർട്ടിയുടെയും R ശങ്കറിൻ്റെയും
ചിരകാല അഭിലാഷം സാക്ഷാത്കരിച്ചു. ശങ്കർ മുഖ്യമന്ത്രിയായി ഉയർത്തപ്പെട്ടു. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതു മുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനും നേതാവും ഒക്കെയായിരുന്ന ആർ ശങ്കർ പിന്നീട് അതുമായി അകന്നു. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിരുന്ന ദിവാൻ സർ CP രാമസ്വാമി അയ്യരുമായി അദ്ദേഹം അടുത്ത ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധത്തിലൂടെ അദ്ദേഹം SNDPക്കും സമുദായത്തിനും ഒരുപാട് പ്രയോജനങ്ങൾ നേടിക്കൊടുത്തു. ഇടയ്ക്കൊരു ഘട്ടത്തിൽ അദ്ദേഹം ഹിന്ദു മഹാസഭ എന്ന പേരിൽ NSS നേതാവ് മന്നത്ത് പത്മനാഭനുമായി ചേർന്ന് ഒരു പുതിയ ഐക്യവും സ്ഥാപിച്ചിരുന്നു. ശങ്കർ മുഖ്യമന്ത്രിയായതോടെ കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണമായി. പക്ഷെ അതോടെ കോൺഗ്രസിന്റെ സഹജമായ ഗ്രൂപ്പിസം വീണ്ടും വളരാൻ ആരംഭിച്ചു. ശങ്കറും ആഭ്യന്തരമന്ത്രി ചാക്കോയും ഒരു പക്ഷത്തും കോൺഗ്രസിന്റെ മലബാർ വിഭാഗം മറുഭാഗത്തുമായി ചേരിപ്പോര് തുടങ്ങി. ശങ്കറിനും മന്ത്രി KA ദാമോദരമേനോനുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. കവളപ്പാറ മൂപ്പിൽ നായരിൽ നിന്ന് തുച്ഛമായ പാട്ടത്തിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സംഘടിപ്പിച്ചെന്നും മരുമകന് ക്രമം തെറ്റിച്ച് ബെൻസ് ലോറി വാങ്ങിക്കൊടുത്തെന്നും മറ്റുമായിരുന്നു ആരോപണങ്ങൾ. ഭാര്യയ്ക്ക് ഒരു വ്യവസായിയിൽ നിന്ന് കൈക്കൂലിയായി വൈരമാല സംഘടിപ്പിച്ചെന്നായിരുന്നു ദാമോദരമേനോനെതിരായുള്ള ആരോപണം. പ്രധാനമായും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയായിരുന്നു ഈ ആരോപണങ്ങൾ ഉയർന്നത്. KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായർ അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെ ആഞ്ഞടിച്ചു. ഡിസംബർ 8 പരിശുദ്ധ മാതാവിൻ്റെ തിരുനാളായിരുന്നു അന്ന്. തൃശൂർ ലൂർദ് പള്ളി അങ്കണത്തിൽ വലിയ ഭക്തജനത്തിരക്ക്. തെരുവിലും തിക്കും തിരക്കും. അതിനിടയിലൂടെ വന്ന ഒരു നീല അംബാസഡർ കാർ ഒരു ഉന്തുവണ്ടിയുമായി കൂട്ടിമുട്ടി. വണ്ടിക്കാരൻ തെറിച്ചു വീണു. കാർ നിർത്താതെ ഓടിച്ചുപോയി. സാക്ഷാൽ PT ചാക്കോ എന്ന ആഭ്യന്തരമന്ത്രി തന്നെയായിരുന്നു കാർ ഓടിച്ചത്. സ്വന്തം ഡ്രൈവർ അവധിയായിരുന്നതിനാലായിരുന്നു അദ്ദേഹം അന്ന് കാർ ഓടിച്ചതത്രേ. അദ്ദേഹത്തോടൊപ്പം കാറിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെട്ടു. പിറ്റേന്ന് മുതൽ ചാക്കോയുടെ പീച്ചി സംഭവത്തെക്കുറിച്ചുള്ള വിവാദ കോലാഹലം കേരളമാകെ നിറഞ്ഞു. ടെലിവിഷൻ ചാനലുകളൊന്നുമില്ലാത്ത കാലമാണെങ്കിലും സംസ്ഥാനമാകെ ചാക്കോയ്ക്കെതിരെ ലൈംഗിക ചുവ ഉള്ള സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നു. കൊച്ചിയിലെ പത്മം മേനോൻ എന്ന പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു തൻ്റെ കാറിലുണ്ടായിരുന്നതെന്നും അവർ ആവശ്യപ്പെട്ടത് പ്രകാരം തൃശൂർക്കൊരു ലിഫ്റ്റ് നൽകിയതാണെന്നുമുള്ള ചാക്കോയുടെ വിശദീകരണങ്ങളൊന്നും ഫലിച്ചില്ല. കോൺഗ്രസ് നേതാവ് CM സ്റ്റീഫൻ ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ടു. പ്രിയ സുഹൃത്തായിരുന്ന മുഖ്യമന്ത്രി ശങ്കറും ക്രമേണ ചാക്കോയെ കൈവിട്ടു. അവസാനം ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടതോടെ അപമാനിതനായി ചാക്കോ രാജിവെച്ചു. പിറ്റേന്ന് മുതൽ ചാക്കോയും ശങ്കറും വാക്പോര് തുടങ്ങി. അതിനിടയിൽ ഒരു നായർ ക്രിസ്ത്യൻ സഖ്യം ശങ്കറിനെതിരെ രൂപം കൊണ്ടു. NSS നേതാവ് മന്നത്ത് പത്മനാഭൻ ചാക്കോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് നടന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ചാക്കോ തോറ്റു. ഗ്രൂപ്പിസത്തിന്റെ ഇരയാണ് താനെന്ന് പരിതപിച്ചുകൊണ്ട് ചാക്കോ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്മാറി കോട്ടയം കോടതികളിൽ വക്കീൽ പണി പുനരാരംഭിച്ചു. പക്ഷേ ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് കുറ്റ്യാടിയിൽ കേസ് സംബന്ധിച്ച ഒരു സന്ദർശനത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് ചാക്കോ അകാല ചരമം പ്രാപിച്ചു. ഇതൊരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റഴിച്ചുവിട്ടു. കോൺഗ്രസുകാരുടെ ചതിയിൽ ഹൃദയം പൊട്ടിയാണ് ചാക്കോ മരിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുകൂലികളുടെ വ്യാഖ്യാനം. ഇതിൻ്റെ തുടർച്ചയായിരുന്നു കേരള കോൺഗ്രസിൻ്റെ പിറവി. ചാക്കോ പക്ഷക്കാരായ 15 MLA-മാർ ചാക്കോയോടുള്ള വഞ്ചനയ്ക്കും ക്രൂരതയ്ക്കും പ്രതിഷേധിക്കാൻ കോൺഗ്രസ് വിടുന്നെന്ന് പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭയുടെയും NSSന്റെയും പൂർണ്ണ പിന്തുണ ഈ പുതിയ സംരംഭത്തിനുണ്ടായിരുന്നു. 1964 കർഷകരുടെ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് രൂപം കൊണ്ടു. KM ജോർജ് ആയിരുന്നു ചെയർമാൻ, ബാലകൃഷ്ണപിള്ള വൈസ് ചെയർമാൻ. അതോടെ ശങ്കർ സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടെന്നത് ഉറപ്പായി. ഇതാണ് കൊല്ലത്തെ SN കോളേജിനടുത്തുള്ള ശ്രീ R ശങ്കറിൻ്റെ ഭവനം. അദ്ദേഹം തന്നെ പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനം. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാകും എന്ന് കരുതപ്പെട്ടിരുന്ന ആളാണ് ശ്രീ ശങ്കർ. KPCC പ്രസിഡൻ്റായിരുന്ന ആൾ, കേരളത്തിലെ SNDPയുടെ മാത്രമല്ല ഈഴവ സമുദായത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്. പക്ഷേ കോൺഗ്രസ്സിനുള്ളിലും മുന്നണിക്കുള്ളിലുമുണ്ടായ പലതരത്തിലുള്ള സാമുദായികവും പ്രാദേശികവുമായിട്ടുള്ള ബലാബലങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. ഒരു ഈഴവ സ്ത്രീയുടെ മകനായി ജനിച്ചു പോയതുകൊണ്ടാണ് തനിക്ക് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടതെന്ന്
ആർ ശങ്കർ അന്ന് പരസ്യമായി തന്നെ പരിതപിച്ചു. സെപ്റ്റംബർ 8-ന് പ്രതിപക്ഷം സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പുതിയ സംഘടന രൂപീകരിച്ച 15 MLA-മാരുടെ പിന്തുണ കിട്ടുമെന്നും സർക്കാർ വീഴുമെന്നും ഉറപ്പായിരുന്നു. PSPയുടെ PK കുഞ്ഞായിരുന്നു അവിശ്വാസ പ്രമേയ അവതാരകൻ. പ്രമേയം 50-നെതിരെ 73 വോട്ടിന് പാസ്സായതോടെ നാടകീയമായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശങ്കർ മന്ത്രിസഭ കാലാവധി തികയ്ക്കാൻ 5 മാസം അവശേഷിക്കെ തകർന്നു. 1963 ഏപ്രിൽ 19 അന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ 1-ാം പേജിൽ വന്ന വാർത്ത. EMS തിരുവനന്തപുരത്ത്, സ്വീകരണത്തിന് ആളുണ്ടായില്ല. ഇതായിരുന്നു തലവാചകം. സ്വന്തം ലേഖകന്റെ റിപ്പോർട്ടിങ്ങിനെ പോയി. അച്ചടക്ക ലംഘനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട EMS നമ്പൂതിരിപ്പാട് നാഷണൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് ഇന്ന് രാത്രി തീവണ്ടിയിൽ ഡൽഹിയിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തിയപ്പോൾ സ്വീകരിക്കാൻ സ്റ്റേഷനിൽ ഒറ്റ കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരം താലൂക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീ നമ്പൂതിരിപ്പാടിന് സ്വീകരണം കൊടുക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തം സാമാനങ്ങൾ സ്വയം ഏറ്റിക്കൊണ്ട് ശ്രീ നമ്പൂതിരിപ്പാട് ഏകനായി വണ്ടിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ കാർ അന്വേഷിക്കുകയായി. ശ്രീ OJ ജോസഫ് മാത്രം അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതുമായ പിളർപ്പ് അടുത്തുകൂടുന്ന ദിവസങ്ങളിലെ ഒരു വാർത്തയായിരുന്നു അത്. 1965-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആ പിളർപ്പായിരുന്നു. പിളർപ്പിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ പുതുതായി രൂപം കൊണ്ട CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അസ്തിത്വം തെളിയിക്കുകയും പിളർപ്പ് ന്യായീകരിക്കുകയും ചെയ്യേണ്ടി വന്ന തെരഞ്ഞെടുപ്പ്. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും തന്ത്രശാലിയായ നേതാവ് എന്ന് പേര് കേട്ടിട്ടുള്ള EMS-ന്റെ വിശ്വരൂപം പ്രത്യക്ഷപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആയിരത്തി 1950-കൾ മുതലായിരുന്നു അന്താരാഷ്ട്രവും സൈദ്ധാന്തികവും സംഘടനാപരവും വ്യക്തിപരവുമായ പല പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടിയത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം മൂത്തതോടെ ഇത് രൂക്ഷമായി. CPI-യിലെ ഇടതുപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ചേരി ചൈനയോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്ന ആക്ഷേപമുയർന്നു. വലതുപക്ഷമാകട്ടെ കോൺഗ്രസും പ്രധാനമന്ത്രി നെഹ്റുവുമായി അടുത്തുനിന്നു. 1962 ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലായി. നവംബറിൽ ഇന്ത്യ ആകെ നിന്ന് 1000-ഓളം ഇടതുപക്ഷ CPI-ക്കാർ അറസ്റ്റിലായി. ചൈനാചാരന്മാർ എന്നായിരുന്നു ആക്ഷേപം. എന്നാൽ അവരിൽ മധ്യമാർഗക്കാരനായ സെക്രട്ടറി EMS നമ്പൂതിരിപ്പാടും വലതുപക്ഷക്കാരനായ C അച്യുതമേനോനും പോലും ഉൾപ്പെട്ടു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ഇരുവരും വിട്ടയക്കപ്പെട്ടു. 1963 അവസാനത്തോടെ ഇടതുപക്ഷക്കാരായവരൊക്കെ തടവിൽ നിന്ന് പുറത്തു വന്നു. അതോടെ ഇരുപക്ഷവും തമ്മിൽ രൂക്ഷമായ ആശയ സംഘട്ടനം ആരംഭിച്ചു. ഇടതുപക്ഷം ചൈന പക്ഷമാണെന്നും ഇന്ത്യ വിരുദ്ധരാണെന്നും ആരോപിക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി EMS-ന്റെ നേതൃത്വത്തിൽ അതൃപ്തി രേഖപ്പെടുത്തപ്പെട്ടു. പാർട്ടി ചെയർമാനും വലതുപക്ഷ നേതാവുമായ SA ഡാംഗെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. ഫെബ്രുവരി 11-ന് EMS ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. 1964 ഏപ്രിലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ ഡാംഗെക്കെതിരായുള്ള ആരോപണം അന്വേഷിക്കണമെന്ന ആവശ്യം തിരസ്കരിക്കപ്പെട്ടപ്പോൾ 32 ഇടതുപക്ഷക്കാർ ഇറങ്ങിപ്പോയി. അവരിൽ EMS അടക്കം 7 പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. ആ 32 പേരെയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ ജൂലൈയിൽ ഇടതുപക്ഷം ആന്ധ്രയിലെ തെനാലിയിൽ യോഗം ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്ത 146 പ്രതിനിധികളിൽ 20 പേർ കേരളത്തിൽ നിന്നായിരുന്നു. പക്ഷേ അന്ന് ദേശീയ നേതൃത്വത്തിൽ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിലും നിയമസഭാ സാമാജികരിലും വിവിധ പോഷക സംഘടനകളിലുമൊക്കെ പുതിയ പാർട്ടിയേക്കാൾ
CPIക്ക് വലിയ മേധാവിത്വമുണ്ടായിരുന്നു. EMS, AKG തുടങ്ങിയ ഏതാനും പേരൊഴിച്ചാൽ കേരളത്തിലെയും പ്രമുഖ നേതാക്കളൊക്കെ CPIയിൽ തന്നെ നിന്നു. MN ഗോവിന്ദൻ നായർ, C അച്യുതമേനോൻ, TV തോമസ്, KC ജോർജ്, E ഗോപാലകൃഷ്ണ മേനോൻ എന്നിവരൊക്കെ. 1964 ഡിസംബറിൽ വീണ്ടും 800ഓളം CPM നേതാക്കളെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തു. ചൈനാചാരന്മാർ എന്ന് തന്നെയായിരുന്നു ആരോപണം. തടവിലാക്കപ്പെടാത്ത ചുരുക്കം നേതാക്കളിൽ EMS ഉൾപ്പെട്ടിരുന്നു. ശങ്കർ മന്ത്രിസഭ തകർന്നതോടെ പ്രഖ്യാപിച്ച ഇടക്കാല തെരഞ്ഞെടുപ്പ് ഈ പശ്ചാത്തലത്തിലായിരുന്നു. CPIയും പുതിയ പാർട്ടിയായ CPMഉം RSPയും ചേർന്ന് ഇടതുമുന്നണി എന്ന ആശയത്തിനായി ശ്രമങ്ങളുണ്ടായെങ്കിലും കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവയുമായുള്ള ബന്ധത്തെ ചൊല്ലി അത് പൊളിഞ്ഞു. ഈ കക്ഷികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള EMSന്റെ നീക്കങ്ങൾ മൂലമാണ് ഇടതൈക്യം പൊളിഞ്ഞത് എന്നായിരുന്നു അവയെ വർഗീയ കക്ഷികളായി കണ്ട CPIയുടെ നിലപാട്. അവസാനം എല്ലാ കക്ഷികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനായി പരസ്യമായ തീരുമാനം. അതിനകം പിളർന്നിരുന്ന കോൺഗ്രസും പുതിയ പാർട്ടിയായ കേരള കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിച്ചു. പക്ഷേ മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായി രഹസ്യമായ നീക്കുപോക്കുകൾ CPM നടത്തിയിരുന്നു. ഒന്നുമല്ലാതെ അവസാനിക്കുമെന്ന് CPI നേതാക്കൾ പുച്ഛിച്ച CPMമായി ഏറ്റവും വലിയ കക്ഷി 40 സീറ്റ്, CPIക്ക് വെറും 3 സീറ്റ്. അവർ നിർത്തിയ 55ഓളം പേർക്ക് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു. തോറ്റ CPI പ്രമുഖരിൽ VR കൃഷ്ണയ്യരും TV തോമസും ഒക്കെ ഉൾപ്പെട്ടു. CPM എന്ന പുതിയ പാർട്ടി ജനകീയ അംഗീകാരം നേടി. CPI തകർന്നു, ഒപ്പം RSPയും PSPയും. കോൺഗ്രസിന് 36 സീറ്റ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് പിളർന്ന് രൂപം കൊണ്ട പുതിയ പാർട്ടി കേരള കോൺഗ്രസിനും കിട്ടി 24 സീറ്റ്. ലീഗിന് 6 സീറ്റ്, RSPക്ക് 0. CPM പിന്തുണച്ച SSPക്ക് പോലും കിട്ടി 13 സീറ്റ്. CPMഉം ലീഗും ചേർന്ന് പിന്തുണച്ച 4 സ്വതന്ത്രന്മാരും ജയിച്ചു. ജയിച്ച ശേഷം അവർ ലീഗിൽ തിരിച്ചു ചേർന്നു. ഈ വിസ്മയ വിജയത്തിന്റെ ശില്പി ഒരൊറ്റ ആളായിരുന്നു, സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്. പിളർപ്പിന് ശേഷം ജനിച്ച പുതിയ പാർട്ടിയായ CPMന്റെ നിലനിൽപ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചാണിരുന്നത്. CPMനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേതാക്കളെയൊക്കെ കേന്ദ്ര സർക്കാർ തടവിലാക്കിയത്. പ്രമുഖ നേതാക്കൾ ഏറെയും CPIയിലായിരുന്നു. ഇതെല്ലാം മറികടക്കാനുള്ള ദൗത്യം ജയിലിന് പുറത്തുണ്ടായിരുന്ന ഏക പ്രമുഖനായ EMSന്റെ ചുമലിൽ വന്നു ചേർന്നു. പക്ഷേ അപാരമായ തന്ത്രസിദ്ധിയിലൂടെ അദ്ദേഹം CPM തന്നെയാണ് ഏറ്റവും വലിയ ഇടതുപക്ഷ ജനകീയ പ്രസ്ഥാനമെന്ന് ആ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിച്ചു. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ എതിരായിട്ട് ഞാൻ തിരിഞ്ഞാ പിന്നെ എന്നെ നിങ്ങൾ നിശ്ചയിക്കില്ല. CPIയെ തകർത്തതും ലീഗും കേരള കോൺഗ്രസുമായുള്ള രഹസ്യബന്ധത്തിന്റെ ശില്പിയായതും അദ്ദേഹം തന്നെ. പുതിയതായി രൂപം കൊണ്ട പാർട്ടിയെ എങ്ങനെയും ജയിപ്പിക്കാതെ വയ്യെന്ന ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അദ്ദേഹം. അതോടെ പിളർപ്പിന് പോലും ന്യായീകരണമായി. അതേസമയം അന്ന് 19% വോട്ട് മാത്രമേ CPMന് കിട്ടിയിരുന്നുള്ളൂ. ചേരിപ്പോരും കുതികാൽ വെട്ടും നിറഞ്ഞ ഭരണം കഴിഞ്ഞെത്തിയിട്ടും കോൺഗ്രസിനായിരുന്നു അന്നും ഏറ്റവും കൂടുതൽ വോട്ട്, 33%. വാസ്തവത്തിൽ ആ തെരഞ്ഞെടുപ്പ് കൈവരിച്ചത് EMSന്റെ ലക്ഷ്യം മാത്രമായിരുന്നു, CPMന്റെ സ്വത്വം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം. സർക്കാർ രൂപീകരിക്കാൻ ആർക്കും ഭൂരിപക്ഷമുണ്ടായില്ല. സർക്കാർ രൂപീകരിക്കാൻ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കൈകോർത്തെങ്കിലും കോൺഗ്രസ് അവരെ പിന്തുണയ്ക്കാൻ ഒരുങ്ങിയില്ല. ആരും മുന്നണി രൂപീകരിക്കാൻ മുന്നോട്ട് വന്നില്ല. അതോടെ കേരളം പിറന്ന ശേഷം രണ്ടാമതും സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. ഏതാണ്ട് 2 വർഷക്കാലം രാഷ്ട്രപതി ഭരണം നിലനിന്നു. ഭക്ഷ്യക്ഷാമമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ നേരിടാനുള്ള നടപടികൾ VV ഗിരി മുന്നോട്ട് വച്ചു. പക്ഷേ അതിനെതിരായിട്ടുള്ള ദുരിതമനുഭവിക്കുന്നവരുടെ സമരങ്ങളും രൂക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു അത്. 2 വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. കേരളം വീണ്ടും ജനകീയ രാഷ്ട്രീയത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നു.